ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്. ടൂറിസം വകുപ്പും നെടുമങ്ങാട് നഗരസഭയും സംയുക്തമായി ഓണോത്സവം സംഘടിപ്പിച്ചു. ഈ മാസം 4 മുതൽ 5 ദിവസങ്ങളിലായി കല്ലിങ്ങൽ ഗ്രൗണ്ടിലാണ് ഓണോത്സവം അരങ്ങേറിയത്. ഓണോത്സവത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. സമാപന സമ്മേളനത്തിന് ശേഷം നെടുമങ്ങാട് ടൗണിൽ സ്ഥാപിച്ച ഐ ലവ് നെടുമങ്ങാട് ഫോട്ടോ പോയിന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും മന്ത്രി നിർവഹിച്ചു. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി നെയ്യാർ ഡാമിലും ഓണാഘോഷം സംഘടിപ്പിച്ചു. CK ഹരീന്ദ്രൻ MLA ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി നെയ്യാർ ഡാമിലും പരിസര പ്രദേശങ്ങളിലുമായി ഒരുക്കിയ വൈദ്യുതി ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും നവീകരിച്ച ഇൻഫർമേഷൻ ബ്ലോക്കും അമ്യൂസ്മെന്റ് പാർക്കും MLA ഉദ്ഘാടനം ചെയ്തു. പിന്നീട് നടന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. നവോത്ഥാന നായകനായ അയ്യങ്കാളിയുടെ സ്മരണയ്ക്കായി വെള്ളായണിക്കായലിൽ 48ാമത് ജലോത്സവം നടന്നു. മന്ത്രി V ശിവൻകുട്ടി വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്തു. ആവേശകരമായ മത്സരത്തിൽ കാക്കാമൂല ബ്രദേഴ്സ് ചുണ്ടൻ ഒന്നാമതായി ഫിനിഷ് ചെയ്ത എവറോളിംഗ് ട്രോഫിയും 60,000 രൂപയും സ്വന്തമാക്കി. നടുഭാഗം ചുണ്ടൻ രണ്ടാമതും BBC പുന്നവിള മൂന്നാമതും ഫിനിഷ് ചെയ്തു. രണ്ടാം തരം വള്ളങ്ങളിൽ ബ്ലൂബേർഡ്സ് ഒന്നാമതും കാക്കാമൂല ബ്രദേഴ്സ് ചുണ്ടൻ രണ്ടാമതും വടക്കേക്കര ചുണ്ടൻ മൂന്നാമതും ഫിനിഷ് ചെയ്തു. മൂന്നാം തരം വള്ളങ്ങളുടെ മത്സരത്തിൽ പടക്കുതിര ഒന്നാമതും കാക്കാമൂല കിളിച്ചുണ്ടൻ രണ്ടാമതും കാക്കാമൂല ചുണ്ടൻ മൂന്നാമതും എത്തി. വനിതകളുടെ വിഭാഗത്തിൽ ഊക്കോട് ചുണ്ടൻ ഒന്നാമതും കാഞ്ഞിരമ്പാറ ചുണ്ടൻ രണ്ടാമതും വിന്നേഴ്സ് ചുണ്ടൻ മൂന്നാമതും എത്തി. 3 വിഭാഗങ്ങളിലായി 14 വള്ളങ്ങളും വനിതകളുടെ 3 വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കളക്ട്രേറ്റിൽ സെൽഫി വിത്ത് കളക്ടർ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ അനുകുമാരി കളക്ട്രേറ്റിലെ വനിതാ ജീവനക്കാർക്കൊപ്പം സെൽഫി എടുത്തു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ശാക്തീകരണത്തിനുമായി ജില്ലയിൽ നടത്തുന്ന സങ്കല്പ് പദ്ധതിയുടെ പ്രചരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ മിഷൻ ശക്തിയുടെ ഭാഗമായി ഇന്ത്യയൊട്ടാകെ വനിതാ ശാക്തീകരണത്തിനായി ബോധവൽക്കരണ പരിപാടികളും ശില്പശാലകളും നടന്നുവരികയാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടികളാണ് ജില്ലാ, ബ്ലോക്ക്, പഞ്ചായത്ത് തലങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. പാറശാല മണ്ഡലത്തിൽ കുടുവീട്ടിൽ കടവ് പാലത്തിന്റെയും മണക്കാല ആലച്ചൽക്കോണം ആനക്കുഴി പ്ലാമ്പിഞ്ഞി റോഡിന്റെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പാറശാല, കാട്ടാക്കട നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് കുടുവീട്ടിൽ കടവ് പാലം. കിഫ്ബിയുടെ ധനസഹായത്തോടെ അപ്രോച്ച് റോഡിനായുള്ള സ്ഥലം ഏറ്റെടുക്കലിന് ഉൾപ്പെടെ 17.56 കോടി രൂപ ചെലവിലാണ് പാലം നിർമ്മിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് FDR ഫണ്ടിൽ ഉൾപ്പെടുത്തി ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ഗ്രാമീണ റോഡായ മണക്കാല ആലച്ചൽക്കോണം ആനക്കുഴി പ്ലാമ്പഴിഞ്ഞി റോഡ് 5 കോടി രൂപ അടങ്കലിൽ BMBC നിലവാരത്തിലാണ് നവീകരിക്കുന്നത്. അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെട്ട 6 പേർക്കുള്ള പട്ടയങ്ങളും മന്ത്രി ചടങ്ങിൽ വിതരണം ചെയ്തു. വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്തിൽ ജാഗ്രതാ സമിതി അംഗങ്ങൾക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതീദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വെള്ളനാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S ഇന്ദുലേഖ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കാട്ടാക്കട നിയോജക മണ്ഡലത്തിന്റെയും നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. നേമം ബ്ലോക്ക് പഞ്ചായത്തിൽ വെച്ച് നടന്ന തൊഴിൽമേള മുൻ ധനകാര്യമന്ത്രി TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.